നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്താണ് ഈ മാറ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ചിലർ വലിയ കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതാണ് ലോകത്തിൽ വരുന്ന മാറ്റം. ചിലർ പുതിയ തലമുറയുടെ വസ്ത്രധാരണ ശൈലികൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതാണ് സമൂഹത്തിലെ മാറ്റം. ചിലർ പറയും മനോഭാവങ്ങൾ മാറിയിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ പറയുക സമൂഹം മാറുന്നു. ഇതൊക്കെ ഉപരിപ്ലവമായ ഒരു നിരീക്ഷണമാണ്. ആത്യന്തികമായി ഒരു സമൂഹത്തിൽ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനോഭാവങ്ങൾ മാറി എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നലെ വരെ ഓരോ മനോഭാവത്തിനും നൽകപ്പെട്ടിരുന്ന മൂല്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സ്നേഹം എന്ന മനോഭാവത്തിന് അല്ലെങ്കിൽ ത്യാഗം എന്ന മനോഭാവത്തിന് ഒരുപാട് മൂല്യം സമൂഹത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് മുതൽ ഈ മാറ്റത്തിന് ശേഷം സ്നേഹം അല്ലെങ്കിൽ ത്യാഗം ഈ മനോഭാവങ്ങൾക്ക് ഇന്നലത്തെ അത്ര മൂല്യം ഇല്ല എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൽ ദരിദ്രന്മാരുണ്ടാകുന്നത് എങ്ങനെയാണ്? ദരിദ്രരുണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യം ഒരു മാറ്റത്തിന്റെ അവസ്ഥയാണ്. ഈ മാറ്റത്തിന്റെ അവസ്ഥയിൽ ദരിദ്രരുണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യത്തിൽ മൂല്യമില്ലാത്ത മനോഭാവങ്ങൾ കെട്ടിപ്പിടിച്ച് ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ ആണ് ദരിദ്രരായി തീരുക. ഇറ്റലിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കറൻസി ലീറ ആയിരുന്നു. ലീറ മാറി യൂറോ വന്ന സമയത്ത് ഒരുപാട് ലീറ കയ്യിലുണ്ടായിരുന്ന ഒരു പണക്കാരൻ പറയുകയാണ് എനിക്ക് ലീറയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ ലീറ ആർക്കും കൊടുക്കില്ല, ലീറ മാറി യൂറോ വാങ്ങില്ല, ഞാൻ ലീറ കൊണ്ട് തന്നെ ജീവിക്കും. എന്തായിരിക്കും അയാളുടെ അവസ്ഥ? പുതിയ സിസ്റ്റത്തിൽ അയാൾ ഒരു ദരിദ്രനായിരിക്കും. ഒരുപാട് ലീറ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ദരിദ്രനായിരിക്കും. കാരണം ആ ലീറയ്ക്ക് പുതിയ സിസ്റ്റത്തിൽ വില 0. ഇത് തന്നെയാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കുക. ദൈവരാജ്യത്തിൽ ഏതൊക്കെ മനോഭാവങ്ങൾക്കാണ് മൂല്യമുള്ളത്, വിലയുള്ളത്? ത്യാഗം, സ്നേഹം, സേവനം, സഹായിക്കൽ, നീതി, സമാധാനം. ഈ മനോഭാവങ്ങൾക്കൊക്കെയാണ് ദൈവരാജ്യത്തിൽ മൂല്യമുള്ളത്. ദൈവരാജ്യത്തിന്റെ പുറത്ത് ഈ മനോഭാവങ്ങൾക്കൊക്കെ മൂല്യം കുറവാണ്. ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചിട്ട് അയാൾ പറയുകയാണ് ദൈവരാജ്യം എനിക്ക് ഇഷ്ടമാണ്, അവിടെ ആയിരിക്കാൻ എനിക്ക് താല്പര്യമാണ്, പക്ഷെ ഞാൻ പുറത്ത് ഒരുപാട് മൂല്യമുള്ള വിദ്വേഷത്തിന്റെ, ശത്രുതയുടെ, വെറുപ്പിന്റെ, ആത്മപ്രശംസയുടെ, സമ്പത്തിന്റെ ഈ മനോഭാവങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. ഞാൻ ഈ മനോഭാവങ്ങളോടൊക്കെ തന്നെ ദൈവരാജ്യത്തിൽ ജീവിച്ചോളാം. അയാളുടെ അവസ്ഥ എന്താവും? ലീറ മാറി യൂറോ വാങ്ങാതെ പുതിയ സിസ്റ്റത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിച്ച് ദരിദ്രനായി തീരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയായിരിക്കും അയാളുടെ. കാരണം അയാളുടെ ഈ പഴയ മനോഭാവങ്ങൾ, ദൈവരാജ്യത്തിൽ വിലയില്ലാത്ത 0 മാത്രം വിലയുള്ള ഈ തട്ടിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ശത്രുതയുടെയും അനീതിയുടെയും മനോഭാവങ്ങൾ അയാളെ ദരിദ്രനാക്കി മാറ്റും ദൈവരാജ്യം. നമ്മൾ പലരും ജീവിക്കുന്നത് ദരിദ്രരായിട്ടാണ്. നമ്മളൊക്കെ ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മള് ഈ ദൈവരാജ്യത്തിൽ ദരിദ്രരായി ജീവിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള അവസ്ഥ. എന്തുകൊണ്ട് ദരിദ്രരായിട്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ദൈവരാജ്യത്തിൽ യാതൊരു വിലയുമില്ലാത്ത മനോഭാവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇവിടെ കരുപിടിപ്പിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ ദൈവരാജ്യത്തിൽ ധനികനായി മാറാം എന്ന് ചോദിച്ചാൽ ഈ വിലയില്ലാത്ത മൂല്യങ്ങളൊക്കെ വിറ്റ് കളഞ്ഞിട്ട് ഇവിടെ വിലയുള്ള, ദൈവരാജ്യത്തിൽ വിലയുള്ള സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, നീതിയുടെ, സഹായിക്കലിന്റെ, സ്വയം ശൂന്യവൽക്കരണത്തിന്റെ, ത്യാഗത്തിന്റെ മനോഭാവങ്ങൾ സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.